എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് വീണ്ടും സ്വാഗതം. ഇന്നത്തെ വീഡിയോ വളരെ വെറൈറ്റി ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. ഇന്ന് കെട്ടിയോൻ്റെ വകയാണ് കുക്കിങ്. അത് കുക്ക് ചെയ്യാൻ പോകുന്നൊരു ഐറ്റമാണ് ചിക്കൻ നിറച്ചത്. അങ്ങനെ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചിക്കൻ്റെ മുകളിൽ കുറച്ച് മസാലകൾ തേച്ച് അരച്ച് പിടിപ്പിക്കാനുണ്ട്. നമുക്ക് അന്നേരം മസാല ഉണ്ടാക്കാൻ പോവാം. ഇനി നമുക്ക് മസാലയ്ക്ക് ആവശ്യമായ സാധനങ്ങൾ: കുറച്ച് വെളുത്തുള്ളി, ചെറിയുള്ളി, പച്ചമുളക്, ആവശ്യത്തിന് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, അതുപോലെ ഗരം മസാല, ആവശ്യത്തിന് കുരുമുളക് പൊടി. ഇത്രയും സാധനങ്ങൾ വേണം. അതിന് ശേഷം അതിൻ്റെ മുകളിൽ കുറച്ച് മല്ലിയില, അതുപോലെ കുറച്ച് തൈര്, കുറച്ച് ഉപ്പ് ഇത്രയും ഇട്ടതിന് ശേഷം മിക്സിയിൽ നന്നായിട്ട് അടിച്ച്. അങ്ങനെ ഇതാ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത പ്രോസസ്സിങ്ങിലോട്ട് കിടക്കാം. ഇനി കുറച്ച് നേരത്തേക്കുള്ള പണികളെല്ലാം അളിയന്മാർ ഏറ്റെടുത്തേക്കുവാണ്. ഇനി മസാല ചിക്കൻ്റെ മുകളിൽ പുരട്ടുന്നതും വെക്കുന്നതും പറക്കുന്നതൊക്കെ ഇനിയിപ്പം അവരുടെ ഡ്യൂട്ടിയാണ്. നമ്മൾക്കിനി കുറച്ച് നേരത്തേക്ക് വിശ്രമമാണ്. അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ അവരെന്താണ് ചെയ്യുന്നതെന്നുള്ളത് നോക്കിക്കാണാം. അങ്ങനെ ചിക്കൻ്റെ കാലും കൈയും കഴുത്തും കുടലും എല്ലാം കൂടെ കൂട്ടിക്കെട്ടി ഇനി ഇത് കുറച്ച് ഓയിലും കൂടി ഒഴിച്ചിട്ട് നമ്മളിത് കുക്കറിൻ്റെ അകത്തോട്ട് ഇടാൻ പോവാണ്. എന്നിട്ടിത് മൂടി വെച്ച് ഒരു 3 വിസിൽ അടിക്കുന്നവരെ നമ്മളിത് വെയിറ്റ് ചെയ്യാം. അതിന് ശേഷം നമ്മളിത് പിന്നെ ഫ്രൈ ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അതിൻ്റെ ഇടയ്ക്ക് നമുക്കിതിൻ്റെ മസാലകൾ ഉണ്ടാക്കണം. അപ്പം നമുക്ക് അതിലേക്ക് പോവാം. അങ്ങനെ നമ്മുടെ ചിക്കൻ അതാ കുക്കറിൽ സമാധിയായിട്ടുണ്ട്. ഈ പാത്രത്തിൽ കുറച്ച് അരപ്പും കൂടെ ബാക്കിയുണ്ട്. നമുക്കത് ചിക്കൻ്റെ മുകളിലോട്ട് ഒഴിച്ചതിന് ശേഷം നമുക്ക് ഇനി കുക്കർ അടച്ച് 3 വിസിൽ അടിക്കുന്നവരെ വെയിറ്റ് ചെയ്യാം. നിന്റെ പേര് പിന്നെ അന്വേഷിച്ചാലും വേറെ എവിടെയും പോകണ്ട, പുറത്ത് തന്നെ ഉണ്ട് പേരന്വേഷിച്ച് വേറെ എവിടെയും പോകണ്ട, പുറത്ത് തന്നെ ഉണ്ടെന്ന്. ഷിബീന് ഇതാ പുൽക്കോണി മേടിച്ചപ്പോൾ അതിൻ്റെ ബാക്കി പാർട്സൊക്കെ കൂടെ ഇനി നമുക്ക് പാൻ വെച്ച് അതിനകത്തോട്ട് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് കുക്കറിലിരിക്കുന്ന ചിക്കൻ എടുത്ത് ഇനി നമുക്ക് ഈ എണ്ണയിലോട്ട് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ ചിക്കൻ്റെ പരിപാടികൾ ഏകദേശം കഴിഞ്ഞു എന്ന് പറയാം.
വേവത്ത ചെളിയാണല്ലോ. അല്ല അതിൻ്റെ അത് ചാർജ് ഉണ്ട് കേട്ടെ. അതൊക്കെ തീരെ ഇവിടെ ഉണ്ടല്ലോ. അങ്ങനെ നമ്മുടെ ചിക്കൻ സമാധി ചെയ്ത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിന് ഈ വാഴയിലോട്ട് എടുത്ത് വെച്ചതിന് ശേഷം നമുക്കിതെല്ലാം കഴിച്ച് നോക്കാം എങ്ങനെയുണ്ടെന്ന്. ഇത് മൊത്തം കഴിച്ചു കഴിഞ്ഞു എല്ലാവരും കൂടെ. ரொம்ப ടേസ്റ്റ് ആയിരുന്നു. എല്ലാം ഐറ്റംസ് താഴെ പോയി. അപ്പോൾ ഇനി ഇതുപോലുള്ള ഐറ്റംസ് ചേട്ടായിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു. ഓരോ ദിവസം ഓരോ പുതിയ റെസിപ്പി ആയിട്ട് ഇറങ്ങിക്കോളുക. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ചിക്കൻ എല്ലാം പൂച്ചയ്ക്ക് പോലും കിട്ടിയില്ലെന്ന് പറഞ്ഞേട്ടെ, അത് വരെ തിന്നു. അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. പുതിയ വീഡിയോയോ അല്ലെങ്കിൽ റെസിപ്പി. അതെ, ഇനിയിപ്പോൾ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ആയിട്ട്
നമ്മൾ അടുത്ത ദിവസങ്ങളിൽ കാണുന്നതായിരിക്കും. അതുവരേക്കും ടാറ്റാ.